ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6ന്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെയധികം രസകരമായിരുന്നു. പതിവ് പോലെ തന്നെ രതീഷിന്റെ ഒരു മേളാങ്കാണ് ഇന്നലെ അവിടെ നടന്നത്. രതീഷിനെ എങ്ങനെ അടക്കി നിർത്താന്നാണ് ഹൗസ് മേറ്റ്സ് എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ശ്രീരേഖ തന്റെ പവർ ഉപയോഗിച്ചിട്ട് രതീഷിനെ ഗാർഡൻ ഏരിയയിൽ പോയിട്ട് മിണ്ടാതിരിക്കാൻ പറഞ്ഞത്. അതായത് രതീഷ് മിണ്ടാതിരുന്നാൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ ചിന്തിച്ച് ഗെയിം കളിക്കാൻ പറ്റുള്ളൂ എന്നാണ് ശ്രീരേഖ പറഞ്ഞു വെച്ചത്. അതിനെ എതിർത്തുകൊണ്ട് റോക്കി ഇന്നലെ സംസാരിച്ച് അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ശ്രീരേഖ ഇന്നലെ പറഞ്ഞത് രതീഷ് എന്തോ മഹാസംഭവമാണ്, രതീഷ് അവിടെ ഉള്ളത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് ശ്രീരേഖ സംസാരിച്ചത്. പക്ഷേ റോക്കി പറഞ്ഞത് എന്താ, എനിക്ക് അയാളൊരു പ്രശ്നമല്ല, അയാൾ ഇവിടെ ഉണ്ടെങ്കിലും അയാൾ എന്ത് ചെയ്താലും എൻ്റെ ഗെയിം കളിക്കുന്നതിന് എനിക്ക് പ്രശ്നമല്ല, ഇയാളെ ഒരു സംഭവമാക്കി മാറ്റരുത്, എന്തിനാ നിങ്ങൾ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് ഇയാളെ ഒരു സംഭവമാക്കി മാറ്റുന്നത് എന്ന് ചോദിച്ചു. അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ റോക്കി പറഞ്ഞതിനെ ശ്രീരേഖ എതിർത്തതെന്ന് പറഞ്ഞാൽ 7000 സ്ക്വയർ ഫീറ്റിന്റെ വീട്, ലക്ഷറി വീട് വെച്ചു റോക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അതിനെതിർത്ത്. അത് വളരെ ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. കാലം കൊണ്ട് ഉണ്ടാക്കിയൊരു വീടാണ്, ഓരോരുത്തരുടെ ആഗ്രഹമല്ലേ ഓരോന്ന്, അങ്ങനെ ഉണ്ടാക്കിയൊരു വീടാണ്. അതിനെ കുറിച്ചിട്ട് അവിടെ പരാമർശിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പ്രിവിലേജ്, അങ്ങനെ ഒരു ലക്ഷറി വീടും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാനെന്നുള്ളതിൻ്റെ ഒരു പ്രിവിലേജ് റോക്കി അവിടെ ആരോട് കാണിക്കുന്നില്ല, എടുക്കുന്നുമില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലേ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നല്ലോ. അയ്യോ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് റോക്കി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് അത് ചീപ്പായിട്ടുള്ളൊരു മെന്റാലിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ശ്രീരേഖ ഞാൻ എന്തോ മഹാസംഭവമാണ്, ഞാനാണ് ഇവിടെ എല്ലാവർക്കും നേതൃത്വം കൊടുക്കുന്ന ആള്, മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് ഞാനാണ് എല്ലാം എന്നൊരു ചിന്താഗതി ശ്രീരേഖയുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ ആദ്യത്തെ ക്യാപ്റ്റൻ അർജുൻ ക്യാപ്റ്റൻ ആവാനുള്ള കാരണം ഞാനാണ് എന്നുള്ളൊരു തോന്നൽ നിന്ന്, അപ്പൊ ഞാൻ എന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു തോന്നൽ നിന്നാണ് 36 ഇത് വന്നിരിക്കുന്നത്. എല്ലാവരും ഞാൻ പറയുന്ന അനുസരിക്കാം, ഞാനാണ് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇന്നലെ റോക്കി വളരെ ശക്തമായി എതിർത്തു. നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിലേക്ക് ഓരോരുത്തർ വരുന്നത് ഓരോ ആറ്റിറ്റ്യൂഡ് വെച്ചിട്ടാണ് അല്ലെ. ഓരോരുത്തർ ഫെയിമിന് വേണ്ടിയിട്ട് വരും, ചിലർ പണത്തിന് വേണ്ടിയിട്ട് വരും, ചിലർ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടാൻ വേണ്ടി വരും, ചില ആളുകൾ തങ്ങളുടെ കരിയർ കുറച്ചും കൂടി ഒന്ന് വളർത്തിയെടുക്കാൻ വേണ്ടി വരും. അങ്ങനെ പല ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ബിഗ് ബോസിലേക്ക് ആളുകൾ വരുന്നത്. റോക്കിനെ സംബന്ധിച്ചിടത്തോളം പണമല്ല, തന്നെ 4 ആൾ അറിയണം എന്നുള്ളൊരു ചിന്താഗതി വെച്ചിട്ടാണ് റോക്കി വന്നിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ നമുക്കറിയാം ഡോക്ടർ റോബിൻ അങ്ങനെ വന്ന ഒരാളാണ്. എല്ലാവരും എന്നെ അറിയണം, സപ്പോർട്ട് ചെയ്യണം എന്ന് ചിന്തിച്ച് വന്ന ഒരാളാണ്, ഫെയിമിന് വേണ്ടി വന്ന ആളാണ്. അപ്പൊ അതുപോലെയാണ് റോക്കിയും. അപ്പൊ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഫലത്തിനെ ഒരു പുച്ഛ മനോഭാവത്തോടു കൂടി സംസാരിക്കുന്നത് എനിക്ക് എന്തായാലും തീരെ യോജിക്കാൻ കഴിയില്ലായിരുന്നു. അത് ഇന്നലെ ശ്രീരേഖ ചെയ്ത് വളരെ തെറ്റ്. ഇന്നലെ ശ്രീരേഖ ചെയ്ത കാര്യങ്ങൾ മൊത്തം തെറ്റാണെന്നേ പറയാൻ കഴിയുള്ളൂ. ആ ഹൗസിനുള്ള ശ്രീരേഖ ഇന്നലെ കാണിച്ചത് മുഴുവൻ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയെ വിളിച്ചിട്ട് ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ജിൻഡോയ്ക്ക് അത് ആവശ്യമായിരുന്നു, താൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോസ് തന്നെ പറയുമ്പോൾ അതിനൊരു വില വേറെയാണ്. ഹൗസ് മേറ്റ്സ് പറയുമ്പോൾ അതൊരു ഗെയിമായിട്ടേ അദ്ദേഹം എടുക്കുള്ളൂ. ബോസ് തന്നെ പറയുകയാണ് ഇത് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അങ്ങനെ പറയാൻ പാടില്ല ഒരു സ്ത്രീക്ക് നേരെ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വാല്യൂ വേറെയാണ്. അപ്പോൾ താൻ ചെയ്ത തെറ്റിന്റെ ആഴം ജിൻഡോയ്ക്ക് മനസ്സിലാകും. കാരണം ജിൻഡോനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറയുന്നത്, അങ്ങനെ പറയാൻ പാടില്ല, ഒരു സ്ത്രീയോടാണ് പറയുന്നത്, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായതാണ് ഒരു തിരിച്ചറിവില്ലാത്ത ആളാണ് ജിൻഡോ. ആ മസിന് മാത്രമേ ഉള്ളൂ, ആ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനൊരു കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് ആ കറക്റ്റ് ടൈമിന് ബോസ് വിളിച്ച് വാണിംഗ് കൊടുത്ത് വളരെ നന്നായി. ഇനി എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ 2-3 വട്ടം ആലോചിച്ചിട്ടേ ജിൻഡോ സംസാരിക്കുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇന്നലെ പൊതുവേ സൈലന്റ് ആയിരുന്നു. ഒരു ഉറക്കം തൂങ്ങി ഇരിക്കുന്നത് നമ്മൾ കണ്ടു. പല അവസരങ്ങളിലും ജിൻഡോ അങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ എല്ലാ സീസണുകളിലെയും പോലെ ലൈവ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂത്രപ്പണി ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. എനിക്കത് അങ്ങനെയാണ് തോന്നിയത്. കാരണം അത് അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള ഒരു കോംബോ ഇന്നലെ ഒരു ലവ് ട്രാക്കിന്റെ രീതിയിലേക്ക് ഏഷ്യാനെറ്റിനെ കൊണ്ടുവന്ന്, ഏഷ്യാനെറ്റിന്റെ പ്രമാണം ഇവർ പ്രേമത്തിലാണോ എന്ന തരത്തിൽ കൊണ്ടുവന്ന് കാണിച്ചത് എനിക്ക് തോന്നുന്നത് ലൈവിലേക്ക് എല്ലാവരെയും ആകർഷിക്കാനുള്ള ഒരു സൂത്രപ്പണിയായിട്ടാണ് തോന്നിയത്. കാരണം കഴിഞ്ഞ സീസണിൽ അങ്ങനെ ഒരു കോംബോ ഇല്ലാത്തത് കൊണ്ട് തന്നെ, ഒന്നും കാണാനില്ലാത്തതുകൊണ്ട് ലൈവ് അധികം പേരും കണ്ടിട്ടില്ല. ലൈവ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു സീസൺ 5ന്റെ. പക്ഷെ സീസൺ 4 അങ്ങനെയല്ല, രാത്രി ഉറക്കം ഒഴിച്ചിരുന്ന ലൈവ് കണ്ട ആൾക്കാരുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാലോ. പക്ഷെ അത് നല്ല കോംബോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ബോറിങ്ങും അല്ല, ആൾക്കാർക്ക് ഇറിറ്റേഷനും തോന്നൂല, എന്തെങ്കിലും വൾഗാരിറ്റി ഉണ്ടായിരുന്നില്ല, ഒന്നും ഇല്ലാത്തൊരു സീസൺ ആയിരുന്നു സീസൺ 4ലെ കോംബോ, ദിൽഷയുടെയും റോബിന്റെയും. അതേപോലെ തന്നെ ഒരു കോംബോ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് ഇക്കുറി ഏഷ്യാനെറ്റും ബിഗ് ബോസും ജാസ്മിനെയും ഗബ്രീനെയും വെച്ചിട്ടെന്നാണ് എനിക്ക് തോന്നിയത്. അവർക്ക് അങ്ങനെ ഒരു ചിന്ത ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ പ്രേമിച്ചോളൂ, ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ട്, ഞങ്ങൾ അതിന് അനുകൂലമാണ് എന്നുള്ള തരത്തിലേക്കാണ് ബിഗ് ബോസ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. എനിക്ക് തോന്നുന്നു ലാലേട്ടൻ വരുമ്പോൾ അങ്ങനെ ഒരു ഹിന്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇത് നിങ്ങൾ പ്രൊസീഡ് ചെയ്തോളൂ, മുൻപോട്ട് തുടർന്ന്
തുടർന്ന് പോയിക്കോളൂ, ഈ ഒരു ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്തോളൂ, കാണാൻ ആളുണ്ട് എന്നുള്ള തരത്തിലൊരു സൂചന കൊടുക്കാൻ സാധ്യതയുണ്ട്. കാരണം അത് തന്നെയാണ് അവർക്കും വേണ്ടത്, ലൈവിൽ ആളുകളെ പിടിച്ചിരുത്തുക. അപ്പോൾ ലൈവിൽ ആളുകൾ ഇരിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഗോസിപ്പ് പറയുന്ന കുറേ ആളുകൾ അങ്ങനെയൊക്കെ വേണം. അതൊക്കെ കേൾക്കാനാണല്ലോ നൈറ്റിൽ, അങ്ങനെയാണല്ലോ നൈറ്റിൽ ലൈവ് കാണുമ്പോൾ ഗോസിപ്പ് പറയുന്നത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണാനാണ് ആളുകൾക്ക് താല്പര്യം. അപ്പോൾ അതിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്നുള്ളൊരു റൂട്ടാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. അല്ലാതെ അവർ സ്വതസിദ്ധമായിട്ടുള്ള പ്രേമോ സത്യസന്ധമായിട്ടുള്ള പ്രേമോ ഒന്നും ആയിട്ട് ഈ 4 ദിവസം കൊണ്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും, എല്ലാവരും പൊട്ടന്മാരൊന്നുമല്ലോ, അതും കഴിഞ്ഞ സീസണുകളൊക്കെ കണ്ട ആൾക്കാരല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ഡെവലപ്പ് ചെയ്ത് പോകാൻ ബിഗ് ബോസും വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഡെവലപ്പ് ചെയ്ത് പോകും. അങ്ങനെയാണെങ്കിൽ ജാസ്മിനും ഗബ്രിയും 100 ഡേയ്സ് ഉറപ്പിച്ചു, ഒരു സംശയമില്ല, 100 ഡേയ്സ് ഓടും ആ പടം. അപ്പോൾ അത് രതീഷിന് മനസ്സിലായിട്ടുണ്ട് ഇന്നലെ. അതുകൊണ്ട് തന്നെ രതീഷ് പറയുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞു പോയ ട്രാക്കാണ്, ആ ട്രാക്കൊക്കെ ഒന്ന് മാറ്റിപ്പിടി, ഈ ട്രാക്കൊക്കെ മുന്നേ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, തുടരണോ വേണ്ടയോ, രതീഷിനത് മനസ്സിലായിട്ടുണ്ട്. മറ്റു ഹൗസ് മേറ്റ്സ് അത് ഏറ്റുപിടിക്കോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അവർക്ക് രണ്ടാൾക്കും ഉണ്ട്. എന്ത് തന്നെയായാലും ലാലേട്ടൻ പച്ചക്കൊടി കാണിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. എന്തായാലും ലൈവ് കാണുന്നവർ കാണട്ടെ, ഇഷ്ടമുള്ളവർ കാണട്ടെ, ഇഷ്ടമില്ലാത്തവർ കാണട്ടെ. പക്ഷേ രതീഷ് കുറച്ച് ഓവറാക്കി ചളവാക്കുന്നുണ്ട്. ആ ഓവറാക്കാതെ കുറച്ചൊന്ന് അടങ്ങിയിട്ട് തൻ്റെ ഗെയിം ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ 100 ദിവസം തയ്ക്കാൻ സാധ്യതയുള്ളൊരു കണ്ടസ്റ്റൻ്റാണ് രതീഷ്. കാരണം ആ ഹൗസിൽ ഒരു ഓളം സൃഷ്ടിക്കാൻ രതീഷിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ പുറത്തുള്ള പകുതി പ്രേക്ഷകരും രതീഷിൻ്റെ ഈ ആറ്റിറ്റ്യൂഡിനോട് എതിരഭിപ്രായമുള്ള ആൾക്കാർ. കാരണം ഒരുപാട് ചൊറി കാണിക്കുന്ന ആളുകളെയും നമ്മൾ ഇഷ്ടപ്പെടില്ല, അല്ലേ? കാര്യമായിട്ടുള്ള കാര്യത്തിന് ബഹളം ഉണ്ടാക്കുന്ന ആളുകളാണെങ്കിൽ കുഴപ്പമില്ല. അത് ആവശ്യത്തിനും അനാവശ്യത്തിനും ബഹളം ഉണ്ടാക്കുകയും വെറുതെ കിടന്ന് ഒച്ചയിടുകയും ഞാൻ തന്നെയാണ് എല്ലാം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ഒക്കെ ഒരു ഇറിറ്റേഷനാണ്. അപ്പോൾ പുറത്തുള്ള ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് അവനെ ഇറക്കി വിടുന്നു, ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട് അയാൾ ഉള്ളതുകൊണ്ടാണ് ഹൗസ് അങ്ങനെ ഉണർന്നിരിക്കുന്നത്. രണ്ടഭിപ്രായമുണ്ട്. എന്ത് തന്നെയായാലും കുറച്ചൊന്ന് ഒതുങ്ങുന്നത് രതീഷിന് നല്ലതാണ്. അതെനിക്ക് ലാലേട്ടൻ വന്ന് പറഞ്ഞു കൊടുക്കുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഹിൻഡ് ലാലേട്ടൻ വരുമ്പോൾ കൊടുക്കുമല്ലോ, തീർച്ചയായിട്ടും അങ്ങനെ ഹിൻഡ് കൊടുത്ത് രതീഷ് ഒന്ന് മയപ്പെട്ട് നല്ല രീതിയിൽ ആവശ്യത്തിന് മാത്രം പ്രതികരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലൊരു ഗെയിമറായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഇപ്പം നിലവിൽ രതീഷിനെ ഒട്ടും പേടിയില്ലാതെ കട്ടയ്ക്ക് എതിർത്ത് നിൽക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ സുരേഷും ജാൻമണിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം രതീഷിന് പറ്റിയ 2 എതിരാളികളാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇന്നലെ രതീഷ് സുരേഷിനെ പോയി സോപ്പിടുന്നുണ്ട്. എൻ്റെ ബ്രദറാണ്, എൻ്റെ സഹോദരനായിട്ടാണ് ഞാൻ കാണുന്നത്, ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് സ്നേഹിക്കാനോ കുഴപ്പമില്ലല്ലോ, ഹഗ് ചെയ്യാണ്ടിരുന്നാൽ പോരെ, അങ്ങനെയല്ല ഇങ്ങനെയല്ലേ എന്നൊക്കെ സുരേഷിനോട് വന്നെന്ന് രതീഷ് പറയുന്നുണ്ട്. അത് സുരേഷിന് മനസ്സിലാവുന്നുണ്ട്. ഒക്കെ പറഞ്ഞ് അവസാനം സുരേഷ് പറയണ്ട അച്ഛൻ എന്ന് പറയരുത് കേട്ടോ, അച്ഛാന്ന് വിളിക്കരുത് കേട്ടോ എന്ന് പറയണ്ട. അതായത് അങ്ങനെ പറഞ്ഞ് ചേട്ടാ അങ്കിളെ അമ്മാവ എന്നൊക്കെ വിളിച്ച് അച്ഛാന്ന് വിളിക്കും എന്നുള്ള തരത്തിലേക്ക്, അതായത് കാര്യം കാണാൻ വേണ്ടി, അതൊക്കെ രതീഷിൻ്റെ ഗെയിമാണ്. അതുകൊണ്ട് കാര്യം കാണാൻ വേണ്ടി അച്ഛാന്ന് വരെ കയറി വിളിക്കുന്നത് സുരേഷിന് മനസ്സിലായതുകൊണ്ടാണ് അപ്പം തന്നെ അതിനെ എതിർത്ത് പറഞ്ഞ് അച്ഛാന്ന് കയറി വിളിക്കുമെന്നുള്ളത്. പല പ്രായത്തിൻ്റെ വെച്ചിട്ടല്ല കേട്ടോ, അങ്ങനെയല്ല പ്രായമല്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഉരുണ്ടു. രതീഷിന് മനസ്സിലായി, സുരേഷിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രതീഷിനെ എതിർത്ത് നിൽക്കാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജാൻമണിയും സുരേഷുമാണ് നിലവിൽ രതീഷിൻ്റെ ഗെയിമിനെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ആർക്കും അത് മനസ്സിലായിട്ട് അത് എങ്ങനെ ഏത് രീതിയിൽ രതീഷിനിട്ട് കൊടുക്കണമെന്ന് എപ്പോഴും ആർക്കും മനസ്സിലായിട്ടില്ല. കാരണം അത് ചിന്തിക്കാനുള്ള അവസരം രതീഷ് ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഇവരെന്തെങ്കിലും ചിന്തിച്ച് കൂട്ടി വരുമ്പോഴത്തേക്ക് അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ അവർക്ക് ഉണ്ടാക്കും. അപ്പോൾ അവരിതൊന്ന് വിട്ടുപോകും. ഇയാളെ എങ്ങനെ ഒതുക്കണം എന്നുള്ള ചിന്തയിൽ നിന്ന് വിട്ടുപോയിട്ട് വേറെ എന്തെങ്കിലും ചിന്തയിലേക്കായി പോകും. അവിടെയാണ് രതീഷിൻ്റെ വിജയം. അത് മനസ്സിലാക്കി ഹൗസ് മേറ്റ്സൊക്കെ പ്രതികരിച്ചാൽ രതീഷ് ഒതുക്കാൻ ഈസിയാണ്. പക്ഷേ അത് പലരും മനസ്സിലാക്കുന്നില്ല. രതീഷിൻ്റെ ഗെയിമിൽ പെട്ട് കിടക്കുകയാണ് ഭൂരിഭാഗം പേരും. എന്തായാലും വരും ദിവസങ്ങളിൽ കണ്ടറിയാം നമുക്ക് എന്താണ്.